പലർക്കും ഉണ്ടാകുന്ന ഒരു പരാതി സോൾവ് ചെയ്യാനുള്ള ശ്രമമാണ്. അതായത് നല്ല പൈസ ചിലവാക്കി ഒരു സബ് വൂഫർ വാങ്ങി വീട്ടിൽ വെച്ചപ്പോൾ മുഴക്കം മാത്രം, ബേസില്ല, ഇടിയില്ല, മുഴക്കം മാത്രം. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ സൊല്യൂഷൻ നിങ്ങളുടെ വീട്ടിൽ ആ പ്രശ്നം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. ഇതാ ഇപ്പോൾ ഞാൻ സബ് വൂഫർ എടുത്തിട്ട് അധികം അക്വാസ്റ്റിക്സ് മറ്റൊന്നും ചെയ്തില്ലാത്ത നോർമൽ നമ്മളെ ഒരു ഹോളിലേക്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഈ ഹോളിനകത്തുള്ളൂ. അപ്പോൾ ഇതിൽ ബേസ് വർക്ക് ചെയ്യുന്നതും അതേസമയം തന്നെ ഞാൻ ഈ റൂമിലേക്ക് അക്വാസ്റ്റിക്സ് ചെയ്തിട്ടുള്ള ഈ റൂമിലേക്ക് വെക്കുമ്പോഴുള്ള എഫക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തു. ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. ഇതപ്പോൾ ഹോളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് നേരെ വർക്കിംഗ് തന്നെ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പോവാണ്. അതായത് അക്വാസ്റ്റിക്സ് ചെയ്ത റൂമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? എങ്ങനെ വ്യത്യാസം എന്ന് വെച്ചാൽ ആ റൂമിൽ കാലി റൂം, അതായത് സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു മുറിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ആ ഒരു എഫക്റ്റ് കിട്ടാത്തതിൻ്റെ കാരണം ആ റൂമിൽ അത്രയും റിഫ്ലക്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര വില കൂടിയ സബ് വൂഫർ കൊണ്ടുവച്ചാലും എത്ര അടിപൊളിയായിട്ട് ചെയ്ത് കൊണ്ടുവച്ചാലും അവിടെ ഈ റിഫ്ലക്ഷൻ കാരണം ആ മുഴങ്ങിയിട്ട്, അതായത് ബേസ് എന്ന് പറഞ്ഞാൽ ആ ബീറ്റോ അടിയോ പഞ്ചോ ഒന്നും കേൾക്കില്ല. നിങ്ങൾക്കൊരു എന്നുള്ളൊരു സൗണ്ട് മാത്രമേ കേൾക്കാൻ സാധ്യതയുള്ളൂ. മറ്റ് ബീറ്റ് വരണമെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ ഇല്ലാതെ ഈ സബ് വൂഫറിൻ്റെ ലോ ഫ്രീക്വൻസി ആ എയറിലൂടെ വരുന്നത് മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. നമുക്ക് ആ റിഫ്ലക്ഷൻ വന്നിട്ട് ആ ഒരു റൂമിൻ്റെ മേലെ ഭാഗം, നമുക്ക് എല്ലാ വീടിൻ്റെയും എൻ്റെ ഈ റൂമിൻ്റെ അടക്കം മേലെ ഭാഗം നമ്മൾ കോർണർ കാലിയാക്കി ഇട്ടേക്കാണ്. അപ്പോൾ ആ കോർണർ, റൂമിൻ്റെ കോർണറുകൾ നമ്മൾ റൂമിൽ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ വോൾ കാലിയാണെങ്കിൽ അവിടെ നമ്മൾ കർട്ടൻ ഉപയോഗിക്കുകയെ എന്തെങ്കിലും തരത്തിൽ അത് അബ്സോർബ് ചെയ്യാൻ സാധ്യതയുള്ള, റിഫ്ലക്ഷൻ ഒഴിവാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും രീതിയിൽ അത് ആ റൂമിൽ ചെയ്താൽ മാത്രമേ ആ മുഴക്കം മാക്സിമം ഒഴിവായി കിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിവേർബിൻ്റെ ഭാഗമായിട്ട് ആ വരുന്നതിൻ്റെ സൗണ്ട്, നമ്മൾ ആ ഒരു കാലി റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ സൗണ്ട് മുഴങ്ങുന്നില്ലേ, ആ ഒരു അവസ്ഥ തന്നെ ഈ സബിൽ നിന്ന് വരുന്ന സൗണ്ടിന് ആ ഒരു റിവേർബും കൂടി ആക്ട് ചെയ്യും, എക്കോ ആക്ട് ചെയ്യും, എല്ലാം വർക്ക് ചെയ്തിട്ട് ആകെ ഒരു വൃത്തിയായിട്ട സൗണ്ടാണ് വരിക. അതാണ് നിങ്ങൾക്ക് സബ് വൂഫറിൻ്റെ എഫക്റ്റ് കിട്ടാത്തതെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു കാരണം മാത്രമാണിത്. സബ് വൂഫറിൻ്റെ ബോക്സ് കറക്റ്റായില്ലെങ്കിലും, ക്രോസ് ഓവർ കറക്റ്റായില്ലെങ്കിലും, ഇതേപോലെ ഈ റൂം സെറ്റിങ്സ് കറക്റ്റായില്ലെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് പഞ്ച് അല്ലെങ്കിൽ കറക്റ്റ് ബേസ് ലോ ഫ്രീക്വൻസി എക്സ്പീരിയൻസ് ചെയ്യാനില്ല, മുഴക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ റൂം കാലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്പീക്കർ സിസ്റ്റം ആ റൂമിന് വേണ്ടി കാലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അത് ചെയ്ത് ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നാണ് അതിനുള്ള ആ ഒരു സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ മുഴക്കമാണോ കേൾക്കുന്നത്, ബീറ്റാണോ പഞ്ചാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയും.